Hello, Assalamu alaikum, Namaskaram. Welcome back to Hanna's Happiness and thank you very much for stopping by. അപ്പോൾ നമുക്കെല്ലാവർക്കും എപ്പോഴും നല്ല ഒരു ഗ്ലോയിങ് സ്കിൻ വേണം, അതുപോലെ തന്നെ വെയിറ്റ് ഒക്കെ എപ്പോഴും അണ്ടർ കൺട്രോളിലായിരിക്കണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രിങ്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അതിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഹലോ, വെൽക്കം ടു ഹന്നാസ് ഹാപ്പിനെസ്. ഈ വീഡിയോ ഫുൾ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ജ്യൂസ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ്, ഓറഞ്ച് ആൻഡ് ക്യാരറ്റ്. നിങ്ങൾ എൻ്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കാണും, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കാര്യങ്ങളിലോട്ടാണ് പോകുന്നത്. അപ്പം ഓറഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളൊക്കെ പണ്ട് തൊട്ടേ ഓറഞ്ച് കഴിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് അടിച്ചാണെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ കഴിക്കാറുണ്ട്. അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പം അതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറയാം. അതിനെക്കാട്ടിലും മുമ്പ് നമുക്ക് ക്യാരറ്റ്സിൻ്റെ ബെനിഫിറ്റ് നോക്കാം. ക്യാരറ്റ്സ് നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ. ഒരു തോരനാക്കിയോ അല്ലെങ്കിൽ അവിയലിലോ സാമ്പാറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയാക്കിയോ ഒക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു സാധനം തന്നെയാണ് ക്യാരറ്റ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ക്യാരറ്റ് നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ അകത്തുള്ള ന്യൂട്രിയൻസും മിനറൽസും റിലീസാകും. അതായത് നമ്മുടെ ബോഡിയിൽ നമ്മളത് കഴിച്ചു കഴിഞ്ഞാലും അത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടത്തില്ല. അപ്പം നമ്മൾ ഇത് കഴിക്കേണ്ടത് ഒന്നെങ്കിൽ റോ ആയിട്ട് വെറുതെ കഴിക്കാം, ജസ്റ്റ് വാഷ് ചെയ്തിട്ട് സ്കിൻ പീൽ ചെയ്തിട്ട് വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്കത് ജ്യൂസായിട്ട് കഴിക്കാം. ക്യാരറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് യെല്ലോ, പർപ്പിൾ, റെഡ്, വൈറ്റ് ആൻഡ് ഓറഞ്ച് ആണ്. ഈ കൂട്ടത്തിൽ ഈ ഭൂമിയിൽ ഏറ്റവും അബൻഡൻ്റ് ആയിട്ട് കാണുന്നത് ഓറഞ്ച് കളറിലാണ്. അപ്പം എന്തുകൊണ്ട് ക്യാരറ്റിന് ഓറഞ്ച് കളർ കിട്ടി? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ക്യാരറ്റിൽ ഒരു പിഗ്മെൻ്റ് ഉണ്ട്, കെറോട്ടിനോയിഡ് എന്നാണ് ആ പിഗ്മെൻ്റിൻ്റെ പേര്. അപ്പം ഈ പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് ക്യാരറ്റിന് ഈ ഒരു കളർ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാരറ്റ് എന്ന് പറയുന്നത് റിച്ച് ഇൻ ആൽഫ കെറോട്ടിനോയിഡ് ആൻഡ് ബീറ്റ കെറോട്ടിനോയിഡ്. അതുകൊണ്ട് തന്നെ അതിന് ന്യൂട്രീഷണൽ വാല്യൂ വളരെയധികം കൂടുതലാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പം ഈ ന്യൂട്രീഷണൽ വാല്യൂ ഒക്കെ എടുത്ത് കളയുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നെങ്കിൽ നമുക്ക് റോ ആയിട്ട് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു ജ്യൂസ് ഫോം ആക്കിയിട്ട് കഴിക്കാം. ക്യാരറ്റ്സിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ കെ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ക്യാരറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മിനറൽസും ഫൈബർ കണ്ടൻറ്റും വളരെയധികം കൂടുതലാണ്. ക്യാരറ്റ് ഒരു റൂട്ട് വെജിറ്റബിളാണ്. റൂട്ട് വെജിറ്റബിൾസിനൊരു പ്രത്യേകതയുണ്ട്, അതിന് ഹൈ ഇൻ കാർബ്സ് ആയിരിക്കും. പക്ഷേ ബാക്കിയുള്ള റൂട്ട് വെജിറ്റബിൾസ് പോലെ ഇത് ഹൈ അല്ല, ഇത് കമ്പാരിറ്റീവ്ലി കാർബ് കണ്ടൻറ്റ് കുറവാണ്. അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് വളരെയധികം കൂടുതലുള്ള ഒരു വെജിറ്റബിൾ കൂടെയാണ് ക്യാരറ്റ്. ഇനി ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഇൻഫെക്ഷൻസിനൊക്കെ ഫൈറ്റ് ചെയ്യാനും അതുപോലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ് ക്യാരറ്റ്. അൾഷിമേഴ്സ് പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു വെജിറ്റബിളാണ് ക്യാരറ്റ്. അതോടൊപ്പം തന്നെ ഹാർട്ട് ഡിസീസ് കുറയ്ക്കാനും ഐസൈറ്റ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ് ക്യാരറ്റ്. അതോടൊപ്പം തന്നെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ കൂട്ടാനും ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിലൊരു ഗ്ലോ കൊണ്ടുവരാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ക്യാരറ്റ്സിൽ അതുപോലെ തന്നെ റിച്ച് ഇൻ വൈറ്റമിൻ ബി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലെക്സ്. വൈറ്റമിൻ ബി കോംപ്ലെക്സ് നമ്മുടെ ബോഡിയിലെ ഫാറ്റിനെ ബേൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബോഡിയിലെ ഫാറ്റ് ബേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് നമ്മുടെ ബോഡി മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുവാണ്. അവിടെ ബോഡി മെറ്റബോളിസം ഇൻക്രീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ക്യാരറ്റ് എന്ന് പറയുന്നത് ലോ ഇൻ കാലോറീസ് ആണ്. ഇത് ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ടാണ് ക്യാരറ്റ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പം ഓറഞ്ചിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കാം. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഓറഞ്ചിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അറിയാമായിരിക്കും, പക്ഷേ ഈ വീഡിയോ കംപ്ലീറ്റ് ആകണമെങ്കിൽ അതും കൂടെ എനിക്ക് പറയണം. അപ്പം ഓറഞ്ച് എന്ന് പറയുന്നത് ഹൈ ഇൻ വൈറ്റമിൻ സി ആണ്. അതോടൊപ്പം തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സ്കിൻ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യാനും ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഓറഞ്ച് എന്ന് പറയുന്നത്. ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ ഐ ഹെൽത്ത് നല്ലതുപോലെ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച്. ഇനി ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റും ഒരു ഓറഞ്ചുമാണ് എടുത്തിരിക്കുന്നത്.
ഇനി ഈ ക്യാരറ്റിൻ്റെ സ്കിൻ ഒന്ന് പീൽ ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മുസമ്പിയാണ്. അപ്പോൾ മുസമ്പിയുടെ പുറത്തെ സ്കിന്ന് പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുസമ്പി 4ആയിട്ട് മുറിച്ചിട്ട് അതങ്ങ് തുറന്നാൽ മതി ഈ കാണിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ തൊലി മാറ്റി കളയാൻ പറ്റും. ഇനിയിപ്പം ക്യാരറ്റ് ഞാനൊരു പീലർ വെച്ച് പീൽ ചെയ്തെടുക്കുവാണ്. അപ്പോൾ പറ്റുന്നത്രയും പീൽ ചെയ്തിട്ട് ബാക്കി കട്ട് ചെയ്തിടുവാണ്. എനിക്കിതാണ് എളുപ്പം, അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. ഇതൊന്ന് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ്. ഇതിപ്പോൾ നല്ലതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി അരിക്കുന്നൊന്നുമില്ല, ഡയറക്റ്റായിട്ട് നമ്മുടെ ജാറിലോട്ട് മാറ്റുവാണ്. നമ്മുടെ ക്യാരറ്റ് ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പം നിങ്ങളും ഈ ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി.